ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ഒരാഴ്ചയായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് UDF നിന്ന് 2 MP മാർ BJP ചേരുന്നു എന്നുള്ളതാണ്. ഈ വാർത്തയുടെ സോഴ്സ് അല്ലെങ്കിൽ ഉറവിടം എവിടെ നിന്നാണെന്ന് അറിയില്ല. ഏതാനും തകൃതിയെ ചർച്ച നടക്കുന്നുണ്ട്. റിപ്പോർട്ടേഴ്സ് TV ഒക്കെ ഇത് ആഘോഷിക്കുകയാണ്. ഒരുപക്ഷെ റിപ്പോർട്ടേഴ്സ് TV കുറെ കാലമായിട്ട് BJP TV മാറിയിരിക്കുന്നു, പ്രത്യേകിച്ചും ശ്രീമതി സുജയ പാർവതിയുടെ ആഗമനത്തിന് ശേഷം. അതെന്തോ ആവട്ടെ, ഉയർന്നു കേൾക്കുന്ന നാമധേയങ്ങൾ എന്ന് പറയുന്ന 1 ശശി തരൂർ, 2 NK പ്രേമചന്ദ്രൻ. തരൂരിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് BJP ചേരാനായിരുന്നെങ്കിൽ എപ്പോഴേ ആകാമായിരുന്നു. ഇലക്ഷൻ സമയത്തോ മന്ത്രിസഭാ രൂപീകരണത്തിലോ എപ്പോൾ വേണമെങ്കിലും. കാരണം അദ്ദേഹത്തെ പോലെ ഒരാളിനെ BJP സർവാത്മന സ്വാഗതം ചെയ്യും. കോൺഗ്രസിലെ തന്നെ അപൂർവം നട്ടലിലുള്ള നേതാക്കന്മാർ ഒരാളാണ് ശ്രീ ശശി തരൂർ. ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നിട്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയും 1000-ലേറെ വോട്ട് നേടുകയും ചെയ്ത വ്യക്തിത്വമുള്ള ആളാണ് ശ്രീ ശശി തരൂർ. ഇതൊന്നുമല്ല, ശ്രീമതി സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് നടക്കുമ്പോൾ ചേരാമായിരുന്നു BJP-യിലേക്ക് ഒരു രക്ഷാമാർഗം എന്ന നിലയിൽ. അതും ചെയ്തില്ല. അങ്ങനെയെല്ലാമുള്ള തരൂര് ഈ സമയത്ത് ഒരു കാരണവുമില്ലാതെ BJP-യിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. ശ്രീമാൻ പ്രേമചന്ദ്രൻ ഒരു തവണ പ്രൈം മിനിസ്റ്ററോടൊപ്പം ഒന്ന് കാപ്പ് കുടിച്ചു എന്നുള്ളതല്ലാതെ BJP ബാന്ധവത്തിന് പുതുകുന്ന യാതൊരു കാരണവും അദ്ദേഹത്തിന്റെ പേരിലില്ല. എങ്കിലും ഇങ്ങനെ ആരോപിക്കുകയാണ്, വാർത്തകൾ കെട്ടിച്ചമയ്ക്കുകയാണ്. അങ്ങോട്ട് ചെല്ലാൻ എളുപ്പമാണ്. എന്നിട്ടോ അങ്ങോട്ട് പോയ മുൻകാല പ്രഗത്ഭന്മാരുടെ ചരിത്രമൊക്കെ ആലോചിച്ച് നോക്കിയേ. നമ്പർ 1 മെട്രോ ശ്രീധരൻ. ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസമില്ലാതെ ഏവർക്കും സുസംവദനും ആദരണീയനുമായിരുന്നു. ഇപ്പോഴോ എല്ലാവരാലും അവഗണിക്കപ്പെട്ട് വെറുമൊരു BJP മെമ്പറായി അദ്ദേഹം കഴിയുകയാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് ശ്രീ അനിൽ ആന്റണി വരെ യൂസ് ആൻഡ് ത്രോ, അതാണ് BJP-യുടെ ആ നയം എന്ന് പറയുന്നത്. അവർക്ക് സ്ഥാനാർത്ഥികളെ ആവശ്യമുള്ളപ്പോൾ ആരെയും സമീപിക്കും. സ്ഥാനാർത്ഥിയായി കഴിഞ്ഞതിന് ശേഷം ആ കേസ് അവർ വിട്ടു. PC ജോർജ് പോലും എങ്ങും എത്തിയിട്ടില്ല, എങ്ങും എത്താനും പോകുന്നില്ല. കേരളത്തിലെ പശ്ചാത്തലം അതാണ്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ജനങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും MP BJP-യിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല.